എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് SSLC ആയാലും 8th സ്റ്റാൻഡേർഡ് ആയാലും 9th സ്റ്റാൻഡേർഡ് ആയാലും പലർക്കും ലാംഗ്വേജ് സബ്ജക്ട് എന്ന് പറയുന്നത് വളരെ റിലാക്സ് ആയിട്ട് പഠിക്കാം, ഇത് പിന്നെ പഠിക്കാം എന്നൊക്കെ കരുതുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ പലപ്പോഴും 10th എത്തുമ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസുകളൊക്കെ നിങ്ങൾ പെട്ടെന്ന് അപ്ലിക്കേഷൻ ലെവലിൽ എഴുതാനും സ്വന്തമായിട്ട് എഴുതാനൊന്നും സാധിക്കാതെ വരികയും ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ സ്റ്റോറി ലൈൻ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അല്ലേ? അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങേണ്ടത്, അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ഹെൽപ്പിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു SSLC സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഈ ഒരു സമയത്ത് ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ അപ്പൊ നമ്മൾ SSLC ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് 7 to 39, അതായത് ഏകദേശം 32 പേജസ് ആണ് ഉള്ളത് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് 1. ആ യൂണിറ്റ് 1 തന്നെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 2 ദി ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞ ഒരു മെമ്മോയർ ഉണ്ട്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ പ്ലേ നാടകമുണ്ട്. ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അതിനുശേഷം യൂണിറ്റ് 3 ലോർ ഓഫ് വാല്യൂസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയമുണ്ട്. ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സ്പീച്ചും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പാർട്ട് 1 പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയാൽ എങ്ങനെയൊക്കെ പഠിക്കാം. ഇതുവരെ ടെക്സ്റ്റ് ഒന്നും വായിക്കാത്ത ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ടെക്സ്റ്റ് എത്ര ബോറിംഗ് ആണെങ്കിലും നിങ്ങൾ ആ ഒരു സ്റ്റോറി വായിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് ആ സ്റ്റോറി ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഇത് നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് 1-2 ദിവസം ക്ലാസ് എടുത്തും തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് വായിക്കുകയാണ് അല്ലേ. യൂണിറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പ്രോസ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരാണ്. അപ്പോൾ അതാണ് ആദ്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഭംഗിയുള്ളൊരു പിക്ചറൊക്കെ കാണാം. നേച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ് ഈസ് എ ഹോം എന്ന് പറഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹൈക്കു കവിത ഉണ്ട് അല്ലേ. ദ മൗണ്ടെയിൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് അൺവെയിൽസ് ദ ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് നേച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ് ഈസ് ഹോം ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു എസ്സേ ഒക്കെ ആയിട്ട് എഴുതാൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പദപരിചയം, അതായത് ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് കുറച്ചെങ്കിലും തെറ്റുകൾ കൂടാതെയെങ്കിലും നിങ്ങൾക്ക് എഴുതിയിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ എഴുതാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ കഴിവ് എങ്ങനെയാണ് വരിക? ഒരുപാട് വായിക്കുമ്പോഴാണ് വരിക. അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജനിച്ച ഉടനെ ഒന്നും നമ്മൾ വാക്കുകളൊന്നും സംസാരിച്ച് തുടങ്ങില്ല. ഒരു 2-3 വർഷം ആ കുഞ്ഞുങ്ങൾ നമ്മളെ കൂടെ ജീവിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ടാണ് അവർ പഠിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഉറുദു ആയാലും അറബിക് ആയാലും പലതരത്തിലുള്ള ലാംഗ്വേജസുകളുണ്ട്. അതെല്ലാം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ വളരെ വിശാലമായിട്ടൊന്നും പഠിക്കാനൊന്നും നമ്മൾക്ക് 10th ഇനി സമയമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നേച്ചർ ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഈസ് ടു വിസിറ്റ്, ഇറ്റ് ഈസ് ഹോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മലയാളത്തിൽ എഴുതാനാണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് കണ്ട് രസിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല, പക്ഷെ അതൊരു വീട് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ നിങ്ങൾ എന്തൊക്കെ എഴുതുക? പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ള ഒരു സംഭവമല്ല. മനുഷ്യർ പോയിട്ട് ഭംഗി ആസ്വദിച്ച്, നമ്മളിപ്പോൾ വലിയ മലമ്പുഴ ഡാമാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസസ് മൂന്നാർ, വാഗമണ്ണൊക്കെ ആണെങ്കിലും നമ്മൾ കുറേ ദൂരെ നിന്ന് യാത്ര ചെയ്ത് അവിടെ പോയി ഭംഗി ആസ്വദിക്കുന്നുണ്ടല്ലേ.
അങ്ങനെ ആസ്വദിക്കാൻ മാത്രമുള്ള ഒരു പ്ലേസ് മാത്രമല്ല, അത് ഒരുപാട് ജീവികളുടെ വാസസ്ഥലം കൂടിയാണ് അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കണം കേട്ടോ. പിന്നെ തന്നിരിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ വായിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വായിക്കാം. ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതിനുശേഷം ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ സ്വന്തമായിട്ട് എഴുതി നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം തന്നെ വായിച്ചിട്ട് ഓരോ പാരഗ്രാഫ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും ഞാൻ കൊടുക്കാം ആ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പം ഇതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പാരഗ്രാഫായിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സൊക്കെ എന്താണ് അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മീനിങ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ 6 മാസം മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മീനിങ് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം അത് യോജിപ്പിച്ചിട്ടൊക്കെ ആൻസർ എഴുതാൻ സ്വയം ശ്രമിച്ചു നോക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. നിങ്ങൾക്ക് സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ആക്ടിവിറ്റീസ് ആണ്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദറായി 65-year-old മാനാണ്. ദ ബോയ് എ ലവർ ഓഫ് നേച്ചർ. ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയാം. അതേപോലെ തന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ബാക്കി ഏതൊക്കെ ക്യാരക്ടേഴ്സ്? ആ മംഗൂസ് ക്യാരക്ടറാണ്, സ്നേക്ക് ക്യാരക്ടറാണ്, ക്രോ വന്നിട്ടുണ്ട്, അത് ക്യാരക്ടറാണ്. അപ്പോൾ ഇതിലുള്ള പ്രധാനമായിട്ട് ഈ കഥ ഒന്നുകൂടി വായിച്ചിട്ട് ഇതിലുള്ള പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ആക്ടിവിറ്റി 2 ആയിട്ട്. അപ്പം ഈ ആക്ടിവിറ്റീസൊക്കെ ഈ ലെറ്റർ എഴുതാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ആക്ടിവിറ്റീസൊക്കെ പലർക്കും മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗുകൾ ഉണ്ടല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലോഗുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് നോട്ട്സൊക്കെ കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു HSS ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ആയാലും ഏത് സബ്ജക്റ്റിൻ്റെ ആയാലും സൊല്യൂഷൻസ് അതിൽ കാണും. ഓരോ പേജ് വൈസ് ആയിട്ട് തന്നെ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ എടുത്തിട്ട് HSS ലൈവ് SSLC ഇംഗ്ലീഷ് സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെയാക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേരള സിലബസ് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സൊല്യൂഷൻ ഗൈഡ് എന്ന് കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിങ്ങനെ കാണാം ഇംഗ്ലീഷ് സൊല്യൂഷൻ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എന്താണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ ചാപ്റ്റർ 1 അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് നോക്കൂ, കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെർ ഓഫ് ഗ്രാൻഡ് ഫാദർ ഡൊമെയിൻ ബട്ട് ദ magnificent old banyan tree was mine. Why did the boy say so? The boy said so because he was free to do whatever he liked on the banyan tree. But in the house and the grounds, he was not so free as they were strictly controlled by the grandfather. ഇതാണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2 എല്ലാത്തിൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ 6ൻ്റെ ഒക്കെ ആൻസർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് താഴേക്ക് പോയാൽ കണ്ടോ ആക്ടിവിറ്റീസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1 റീവിസിറ്റ് ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. കണ്ടോ ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇതൊക്കെ ആക്ടിവിറ്റീസൊക്കെ എന്താണ് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് അതേപോലെ സിമിലർ ആയിട്ട് മറ്റു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ആൻസർ പറഞ്ഞുതരാൻ ആരുമില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ആരും പറയരുത്. ഇത് HSS ലൈവിൽ ഏത് സബ്ജക്റ്റിൻ്റെയും, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ എടുത്തത് അതേപോലെ ഫിസിക്സ് സൊല്യൂഷൻ എന്ന് കൊടുത്താൽ ഫിസിക്സ് കിട്ടും, മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മലയാളം മീഡിയക്കാരാണെങ്കിൽ ഫിസിക്സ് സൊല്യൂഷൻ മലയാളം മീഡിയം എഴുതണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം എന്നും കൂടെ അതിൽ സെർച്ചിൽ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ. അപ്പോൾ എല്ലാ സൊല്യൂഷനും ഓരോ ചാപ്റ്ററിൻ്റെയും സൊല്യൂഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമുക്ക് യൂട്യൂബിൽ ആരൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നോക്കാം. അതോടൊപ്പം ഗൈഡുകൾ, ഫിസിക്സ് ഏത് സബ്ജക്റ്റ് ആയാലും ഗൈഡുകൾ എങ്ങനെയാണ് കിട്ടുക, ഇംഗ്ലീഷിന് ഗൈഡ് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഗൈഡൊക്കെ കിട്ടുമോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ SSLC ഇംഗ്ലീഷ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ, എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, കേരള SSLC ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2020 A+ ടോപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗിലുണ്ട്. അതേപോലെ തന്നെ കണ്ടോ, HSS ലൈവിലും പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താണ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ എഡ്യൂക്കേഷണൽ ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് അതിലും കേരള എക്സാം മാർച്ച് 2020 പ്രീവിയസ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 6 ഇയേഴ്സ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോർ തമിഴ്നാട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പം കേരള എന്നൂടി കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഇയറിലും എങ്ങനെയാണ്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്ററിലും എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഓരോരോ പേജിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പം SSLC എക്സാം എന്നൊക്കെ പറഞ്ഞാൽ മുൻപൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേ കൂടെ ആപ്ലിക്കേഷൻ ലെവലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ക്വസ്റ്റ്യൻ്റെ മോഡൽ മാത്രം നോക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അങ്ങനെ മോഡൽ നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ലെറ്റർ എഴുതാനുള്ള ഒരു സംഭവം കണ്ടു നമ്മൾ, അപ്പോൾ അതിൽ ചിലപ്പോൾ ലെറ്റർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് മദറിനൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങളുടെ ഒരു വെക്കേഷനെ പറ്റിയിട്ട് ഒരു ലെറ്റർ എഴുതാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ സെയിം ആയിരിക്കും അല്ലേ. ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് ഒക്കെ എഴുതുന്നതും എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതേണ്ടതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാൻഡ് മദറിന് എഴുതിയത് തന്നെ ഫ്രണ്ടിന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മതിയാവും. അപ്പോൾ അതാണ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. A+ ടോപ്പർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറേ എന്താണ് കേരള SSLC കണ്ടോ, ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സും കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ 2018 ഉണ്ട്, 2017 പിന്നെ അവർ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് എന്താണ് കിട്ടും കേട്ടോ. ക്വസ്റ്റ്യൻസ് കണ്ടോ, അതാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തിനാണ് അത് നോക്കുന്നതെന്ന്. പക്ഷേ അത് നോക്കിയാൽ നമുക്ക് ഒരു മോഡൽ, ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വല്ല ഗൈഡും ഉണ്ടോ, എന്താണ് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഗൈഡൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വേണ്ടത് SSLC ഇംഗ്ലീഷ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിതാ കേരള സിലബസ് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സൊല്യൂഷൻ ഗൈഡ്, ഇത് നമ്മൾ നേരത്തെ നോക്കിയ സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് HSS ലൈവിൽ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻ ഗൈഡ് ഉണ്ട്. അത് അങ്ങനെ ഗൈഡായിട്ട് PDF ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ല, ഇതേപോലെ എന്താണ് ബ്ലോഗിൽ കയറിയിട്ട് നോക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് കേരള PDF എന്നും കൂടി അടിച്ച് നോക്കാം. അതും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് PDF ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. A+ ടോപ്പറിലൊരു ഇതൊക്കെ കാണുന്നുണ്ട്, ഇത് ഫ്രീ ആണോന്ന് അറിയില്ല, നോക്കാം. മാത്സ് സൊല്യൂഷൻ, ഫിസിക്സ് സൊല്യൂഷൻ, ഇംഗ്ലീഷ് സൊല്യൂഷൻ എന്നൊക്കെ കാണുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് സൊല്യൂഷൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, നിങ്ങൾ എപ്പോഴും ഈ ബ്ലോഗിൽ കയറി നോക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയട്ടെ, മുൻപ് നമ്മളൊരു ബ്ലോഗുകളൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലൊരു ഷേണി സ്കൂളിൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട്, കാസർഗോഡ് ഷേണി ബ്ലോഗ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്താണ് കുറേ ഗൈഡുകളൊക്കെ ഞാൻ കണ്ടിരുന്നു, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയാൽ മേലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസിൽ നോക്കിയാൽ താഴേക്ക് പോയാൽ നിങ്ങൾക്കിതാ എന്താണ്
എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ടുകളും അങ്ങനത്തെ കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ, എല്ലാ കാര്യങ്ങളും, വർക്ക്ഷീറ്റുകളൊക്കെ കാണാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഇംഗ്ലീഷാണല്ലേ. അപ്പോൾ ഈ സൈഡിൽ നോക്കിയാൽ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഇതാ കണ്ടോ, മലയാളം, അറബിക് എന്നൊക്കെ പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇംഗ്ലീഷ് നോക്കാം. സ്റ്റാൻഡേർഡ് 10ൻ്റെ ഇംഗ്ലീഷ്. സ്റ്റാൻഡേർഡ് 9 ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നതിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇത് തന്നെയായിരിക്കും നമ്മളുടെ. അപ്പോൾ നോക്കൂ, ഇതിൽ നിങ്ങൾക്കിതാ സ്റ്റാൻഡേർഡ് 10 ഇംഗ്ലീഷ് വർക്ക്ഷീറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെയും വർക്ക്ഷീറ്റുകളും നോട്ടുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് വിക്ടേഴ്സ് ചാനലിൻ്റെ മോഡൽ എക്സാംസിൻ്റെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് നമുക്ക് വല്ല എന്താണ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടുമോ എന്നുള്ളതാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡൗൺലോഡ്സ് പോയി നോക്കാം. ഡൗൺലോഡ്സിൽ നോക്കിയാൽ ഓക്കെ, ഇത് മെട്രിക്സ് എക്സാംസിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുൻപ് നോക്കിയപ്പോൾ കണ്ടിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. ഫിസിക്സിൻ്റെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് 10 ക്ലിക്ക് ചെയ്താൽ നോക്കട്ടെ. അപ്പോൾ ഷേണി ബ്ലോഗ് ഇംഗ്ലീഷ് ഗൈഡ് എന്ന് പറഞ്ഞ് താഴേക്ക് നോക്കിയാൽ ഷേണി ബ്ലോഗ് ഇംഗ്ലീഷ് നോട്ട്സ് PDF ഡൗൺലോഡ് ഓൾ ക്ലാസ്സസ് ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു താഴേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനൊരു ബ്ലോഗിലേക്കാണല്ലേ പോകുന്നത്. അപ്പോൾ ഈ ബ്ലോഗിൽ പോയാൽ നിങ്ങൾക്കിതാ ഷേണി ബ്ലോഗ് 10th ക്ലാസ് നോട്ട് എന്ന് കാണാം. 10th ക്ലാസ് നോട്ട് നോക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ 10th നോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിതാ പ്രോജക്റ്റ് ഇതാ യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ് 10 ഇംഗ്ലീഷ് യൂണിറ്റ് 2 പ്രോജക്റ്റ് ടൈഗർ നോട്ട്സ്, സ്റ്റാൻഡേർഡ് 10 ഇംഗ്ലീഷ് യൂണിറ്റ് 2 പ്രോജക്റ്റ് ടൈഗർ എ റൈറ്റപ്പ്. അപ്പോൾ സ്റ്റാൻഡേർഡ് 2ൻ്റെതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ട്സ് ഓൺ പ്രോജക്റ്റ് ടൈഗർ ബൈ ലീന വി GHSS കൊടുങ്ങല്ലൂർ. ടീച്ചേഴ്സൊക്കെ കൊടുത്തിരിക്കുന്ന നോട്ട്സൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ PDF നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം വേണ്ടത് എന്താണ്, ബ്ലോഗുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, വല്ല ഗൈഡ് PDF ഒക്കെ കിട്ടുമെന്ന് നോക്കുക. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൽ ടഫായിട്ട് തോന്നുന്ന നിങ്ങൾക്ക് മനസ്സിലാവാത്ത അർത്ഥം മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഒരു നോട്ടിലേക്ക് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം കൂടെ മലയാളത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് സ്റ്റോറി എന്താണെന്ന് ഒരു ഏകദേശ ധാരണ വെക്കുക. ഓരോ പാരഗ്രാഫിൻ്റെയും സൈഡിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ HSS ലൈവ് സൊല്യൂഷൻസ് എന്ന് അടിച്ച് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഇതിലുള്ള ആക്ടിവിറ്റീസൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കുക. അതിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഉണ്ടാവും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും. പിന്നെ കഴിഞ്ഞു പോയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ മോഡലൊക്കെ ഒന്ന് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ലാംഗ്വേജ് ആണ്. വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം ഇതാണ് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഊഹിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതുക. ആൻസേഴ്സും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെ ശേഷം തന്നെ പലതരത്തിലുള്ള എക്സാംസ് നിങ്ങൾ ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ലാംഗ്വേജ് സബ്ജക്റ്റിൻ്റെ എക്സാംസൊക്കെ നന്നായിട്ട് ഓരോ ആഴ്ചയിൽ ഞാൻ ഇത്ര 2-3 പേജസ് പഠിച്ചാൽ ആ പേജിലുള്ള കാര്യങ്ങൾ തന്നെ എക്സാംസ് പോലെ നടത്തിയിട്ട് സ്വന്തമായിട്ട് എഴുതാനൊക്കെ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളിത് പ്രിപ്പയർ ചെയ്യണം.
ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഓരോ പാരഗ്രാഫിൽ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അർത്ഥം മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാം. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ്റെ മോഡൽ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതണം എന്നുള്ളൊരു ഏകദേശ ധാരണ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. അപ്പം മാക്സിമം എക്സാംസ് എഴുതി തന്നെ ശീലിക്കാനും ശ്രമിക്കുക. ലാംഗ്വേജ് സബ്ജക്റ്റ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക. അതിപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും ഏത് ലാംഗ്വേജ് സബ്ജക്റ്റ് ആയാലും ഈ ഒരു 3 മെത്തേഡിലൂടെ വേണം നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്ത് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അതോടൊപ്പം അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.